മുത്തേ, ഞാൻ പറയുമ്പോ നീ ചെന്ന ബൊക്കെ തട്ടിപ്പറിക്കണം. നീ വേണം ഗസ്റ്റിനെ സ്വീകരിക്കാൻ. വീട്ടിക്ക് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ മലയാള സിനിമകളിലൂടെ നമ്മുടെയൊക്കെ മനം കവർന്ന ദി ഗോർജിയസ് ബ്യൂട്ടി ക്വീൻ, നൺ അതർ ദാൻ ലക്ഷ്മി ഗോപാലസ്വാമി. ഓണം വിത്ത് സെലിബ്രിറ്റി എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന ലക്ഷ്മി ഗോപാലസ്വാമിയെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കാൻ ഒരു കൊച്ചു മിടുക്കിയെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു മോളെ. നമുക്ക് നമ്മുടെ പ്രിയ താരത്തിന്റെ വാക്കുകൾ കേൾക്കാം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ കൊച്ചുമിടിക്ക് ഹാപ്പി ഓണം എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ മലയാളികളെങ്കിലും ഓണാശംസകൾ എന്ന് പറയാൻ ശീലിക്കണം. നിങ്ങളോടല്ല, കുട്ടികളോടാണ് എന്റെ ചോദ്യം. പറയൂ, എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത്? ഞാൻ പറയട്ടെ. ഗുഡ്, വാ. മോൾക്കറിയോ ഓണം എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന്? ആ, എനിക്കറിയാം. എങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക. പണ്ട് പണ്ട് കേരളദേശം വാണിരുന്ന ഒരു രാജാവായിരുന്നു മഹാബലി. വെരി ഗുഡ്, എക്സലന്റ് മോളെ. മോളുടെ പേരെന്താ? മണിക്കുട്ടി. മണിക്കുട്ടിയുടെ പാരന്റ്സാ? അതാ എന്റെ അമ്മ. എന്താ പേര്? രാധിക. അച്ഛനോ? ഞാൻ പറഞ്ഞോട്ടെ, മണിക്കുട്ടിയുടെ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച ഇവര് തിരുവനന്തപുരത്തേക്ക് വന്നത്. സാരല്ല, എന്തായാലും മണിക്കുട്ടി മിടുമിടിക്കുക. ശ്രീപത്മനാഭന്റെ സ്വാമിയുടെ അനുഗ്രഹമുള്ള മണ്ണ തിരുവനന്തപുരം. ആ സ്വാമി തന്നെ മണിക്കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിച്ചു തരും. ഇപ്പോൾ താരത്തിന്റെ സാന്നിധ്യത്തിൽ ഓണം ഫാമിലി സ്പെഷ്യൽ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മതിയോ? എന്താണ് മത്സരങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയൂ. പറയാം മാം. മിക്കവാറും നമ്മൾ കാണുന്നത് അമ്മമാരും മക്കളും ചേർന്ന് പങ്കെടുക്കുന്ന പ്രോഗ്രാംസ് ആണല്ലോ. അതെ, ഇവിടെ ഒരു വെറൈറ്റി മത്സരമാണ്. എന്റെ അച്ഛൻ സൂപ്പറാണ്. അച്ഛനും മക്കളും ചേർന്നുള്ള പെർഫോമൻസുകളുമായിട്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിച്ചാലോ? പക്ഷേ ഒരു സംശയം കൂടി. എന്താണ് മാം? സപ്പോസ് ഇപ്പോ അച്ഛൻ കൂടെ വന്നിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് മത്സരിക്കണമെങ്കിലോ? തീർച്ചയായിട്ടും പങ്കെടുക്കാം മാം. നമ്മുടെ തീം അതാണെന്നേ ഉള്ളൂ. അച്ഛൻ കൂടെ ഇല്ലെങ്കിൽ അങ്കിളോ ചേട്ടനോ അങ്ങനെ ആരെയും കൂടെ കൂട്ടാം. അച്ഛൻ മക്കൾ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കണമെന്ന് മാത്രം. ദാറ്റ്സ് ഗുഡ്. ഓക്കേ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി സ്റ്റേജിലേക്ക് വരുന്നു കണ്ണൂരിൽ നിന്നുള്ള സുധാകരും മകൾ പ്രാർത്ഥന. കൃഷ്ണ വാ. എന്താ വാ, നടക്ക്. എന്താ അമ്മേ, വേഗം നടക്കും. എന്താ കാര്യം പറ.
അമ്മേ അമ്മ കാര്യം എന്താ പറ. ഓ ദേ എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുള്ളൂ. ഈ മത്സരത്തിൽ മുത്ത് ജയിച്ചേ പറ്റൂ. അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇതേ അച്ഛനും മകളും കോമ്പറ്റീഷനാ. നിനക്ക് അച്ഛനുണ്ടല്ലോ. കൃഷ്ണയെ കൂടെ കൂട്ടി എന്തെങ്കിലും പെർഫോം ചെയ്യണം. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നെ ഒഴിവാക്കമ്മേ. സ്വന്തം അച്ഛനല്ലെങ്കിലും ആർക്കെങ്കിലും കൂടെ കയറാമല്ലോ. ഭരത്തെ നീ കയറും മുത്തിന്റെ കൂടെ. പിന്നെ ഞാൻ ഈ അവസ്ഥയിൽ സ്റ്റേജിൽ കയറുന്ന കാര്യമൊന്നും ഒരു രക്ഷയില്ല. അവനെ നോക്കണ്ട, നീ തന്നെ കയറണം കൃഷ്ണ. പണ്ട് ക്ലബിന്റെ വാർഷികത്തിന് എന്തൊക്കെയോ പെർഫോം ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? മിമിക്രിയോ മോണോ ആക്ടോ മറ്റെന്തോ. പിന്നെ ഇവിടെ എന്താ കുഴപ്പം? അണ്ടാ കാവ്യേ, ആ ടച്ചൊക്കെ ഇപ്പൊ വിട്ടു. പിന്നെ ഒരിക്കലെങ്കിലും സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് മതി ഇവിടെ. മോള് പറ, എന്താ അച്ഛൻ ചെയ്യേണ്ടത്? പുന്നാര മോള് പറഞ്ഞ അച്ഛൻ കേൾക്കുമെന്ന് നോക്കാലോ. വേണ്ട മോളെ. വേണോ അച്ഛാ? നമുക്കൊരു ഡബ് സ്മാഷ് ചെയ്യാം. അല്ല ഈ അളിയനത് കൊളാക്കുവോ? അഭിനയല്ലേ, അഭിനയിക്കാനൊക്കെ അവന് നന്നായി അറിയാം. അടുത്തതായി നിങ്ങളുടെ മുൻപിലേക്ക് ഒരു കിടിലൻ ഡബ് സ്മാഷ് എത്തുകയാണ്. ആരാണെന്നല്ലേ? മുത്തും അച്ഛൻ കൃഷ്ണയും. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். ഓ എന്റെ പൊന്നു, ഒരു രക്ഷയില്ലായിരുന്നു മുത്തിന്റെ അച്ഛന്റെ പെർഫോമൻസ്. സൂപ്പർ ആയിരുന്നു. മോളെ, നീ എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നെ? അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കല്ലേ? ഓണമായിട്ട് പോലും നമ്മളെ കാണാൻ അച്ഛനൊന്നും വന്നില്ലല്ലോ. അമ്മേ, നമുക്ക് അച്ഛനൊന്ന് വിളിച്ചാലോ?